നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ അവർക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, കരുണ കാണിക്കാനുള്ള ഒരു കഴിവാണ് നമ്മുടെ പിള്ളേർക്കൊക്കെ വേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും കരുണയായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൻ്റെ വിജയരഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, പരസ്പരം കരുണ കാട്ടാനുള്ള മനസ്സാണ്. അത് സന്യസ്തരുടെ ജീവിതത്തിലും ഇതുതന്നെ, മെത്രാന്മാരുടെ ജീവിതത്തിലും ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കരുണയായിരിക്കുക. കാരണം എന്താണ്? നമ്മളാരും പൂർണ്ണരല്ല. അതുകൊണ്ട് അപൂർണതകളാണ് നമുക്ക് ചുറ്റും. അപൂർണതകളെ കരുണയോടെ കാണാനുള്ള കഴിവാണ് നമ്മളെല്ലാവരെയും ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുക. പക്ഷെ നമ്മുടെ ഒരു പ്രത്യേകത, നമ്മൾ ഒഴിച്ച് ബാക്കി എല്ലാവരിൽ നിന്നും പൂർണ്ണത പ്രതീക്ഷിക്കുകയാണ്. അവർ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറിയിരിക്കണം, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹിക്കണം, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ സംസാരിക്കണം, എല്ലാം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നടക്കണം. നമുക്ക് നമ്മുടെ പിള്ളേരെ കുറിച്ച് അതാണ് പ്രതീക്ഷ, ജീവിത പങ്കാളിയെ കുറിച്ച് അതാണ് പ്രതീക്ഷ, മാതാപിതാക്കളെ കുറിച്ച് അതാണ് പ്രതീക്ഷ, പള്ളിയിലെ വികാരിച്ചിനെ കുറിച്ചും അതാണ് പ്രതീക്ഷ. അങ്ങനെ എല്ലാവരെ കുറിച്ചും നമുക്ക് അവരെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കണം എന്നുള്ള വലിയ നിർബന്ധക്കാരാണ്. പക്ഷെ വല്ലതും നടക്കുമോ? ഇല്ല. കാരണം എന്താ? നമ്മളിലെല്ലാം അപൂർണതകൾ ഒത്തിരിയുണ്ട്. പൗലോസ്ലീഹ പറയുന്നുണ്ടല്ലോ, കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, ബലഹീനതകളിലാണ് എൻ്റെ ശക്തി, അല്ലാതെ കരുത്തിലല്ല, ബലഹീനതകളിലാണ് എൻ്റെ ശക്തി. അതുകൊണ്ട് തൻ്റെ കുറവുകളെല്ലാം പറഞ്ഞപ്പോൾ കർത്താവ് അദ്ദേഹത്തോട് പറഞ്ഞത് എന്താണ്? നിനക്കെൻ്റെ കൃപ മാത്രം മതി, നീ നല്ല ധൈര്യമായിട്ടിരുന്നു. ബലഹീനതകളുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കൃപയിൽ ജീവിക്കാൻ ഏറ്റവും ആവശ്യമായ ഒരു കാര്യം കരുണയാണ്. അത് തന്നെയാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം. പാപിനിയായ സ്ത്രീ, അവൾ ശരിക്കും പറഞ്ഞാൽ കർത്താവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവൾക്ക് പ്രതീക്ഷകളൊന്നുമില്ല, ജീവിക്കാമെന്നൊരു പ്രതീക്ഷ തന്നെയില്ല. കാരണം എന്താ? അവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടു. അന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ സ്ത്രീ മാത്രമേ പിടിക്കപ്പെട്ടുള്ളൂ എന്നുള്ളതാണ്. വ്യഭിചാരം ചെയ്യുന്ന ഒറ്റയ്ക്ക് പറ്റത്തില്ലല്ലോ, ഒരു പുരുഷൻ വേണമല്ലോ കൂടെ. പക്ഷെ പുരുഷന്മാരൊന്നും പിടിക്കപ്പെടുകയല്ല, സ്ത്രീകൾ മാത്രമേ പിടിക്കപ്പെടുകയുള്ളൂ. അങ്ങനെ കരുണ കിട്ടാൻ ഒരു മാർഗവും ഇല്ലാതെ ഈ പാവപ്പെട്ട സ്ത്രീ, അതോ ഇവളെ ഇവളെ കൊണ്ടുവരുന്നത് ആരാണ്? ഒരു പറ്റം പുരുഷന്മാരാണ് ഓടിച്ചുകൊണ്ട് വരുന്നത് ഇവളെ. എന്നിട്ട് ഗുരുവിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് ചോദിത്തേ, ഇവള് പാവം ചെയ്ത് എന്താണ് ചെയ്യേണ്ടത് പറ. ശരിക്കും അവര് കർത്താവിനോട് അല്പം ക്രൂരത കാട്ടാൻ വേണ്ടിയിട്ടാണ് ഇവളെയും കൊണ്ട് കർത്താവിന്റെ അടുത്ത് കൊണ്ടുവരുന്നത്. അവർക്കറിയാം, കർത്താവിന്റെ അടുത്ത് കൊണ്ടുചെന്നാൽ കർത്താവ് അവളെ വെറുതെ വിട്ടേക്കാൻ പറയും. അപ്പോ യഹൂദ നിയമം ലംഘിച്ചു എന്ന് പറഞ്ഞ് കർത്താവിനെ കൂടെ വേണമെങ്കിൽ കല്ലെറിയാം. ഏതായാലും കല്ല് റെഡിയാ, കല്ല് സ്റ്റോക്കുണ്ട്, അത് വെറുതെ കളയണ്ട, രണ്ടുപേരെ ഒറ്റയടി എറിയാം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആവേശത്തിൽ കല്ലുകളുമായിട്ട് ഈ മനുഷ്യരെല്ലാം വരികയാണ്. കർത്താവാണെങ്കിൽ ഇവരെ കണ്ടപാടെ നിലത്ത് കുനിഞ്ഞിരുന്ന് എഴുത്ത് കർത്താവ് ആകപ്പാടെ എഴുതിയെന്ന് പറഞ്ഞതെല്ലാം നിലത്തായിപ്പോയി, അതെല്ലാം മാഞ്ഞുപോയി. പിന്നെ കർത്താവിനെ കുറിച്ച് എഴുതപ്പെട്ടതാണ്, അത് പുസ്തകവും പേജും കണക്കിനുണ്ട്. അങ്ങനെ കുറേ നേരമായിട്ടും കർത്താവ് ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ അവര് പറഞ്ഞു, അതെ, ഞങ്ങൾക്ക് വേറെ ആൾക്കാരെ ഇനി എറിയാനുള്ളതാ. കാരണം കൊട്ടേഷൻ പിടിച്ച പാർട്ടികളാണ് ഇവരെ. എറിയാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സുഖമുള്ള പരിപാടിയാ അല്ലെ, എറിയ. പണ്ട് നമ്മുടെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരെല്ലാം ആവേശം കൊള്ളിക്കാൻ പിള്ളേരെ കൊണ്ട് കല്ലെടുത്ത് എറിയിക്കും. ആർക്കിട്ട് എറിയിക്കുന്നത്? അവരുടെ വീടിനിട്ടാണോ? അല്ല, ബസ്സിനിട്ട് എറിയുക, പൊതു സ്ഥലങ്ങൾക്കിട്ടല്ല എറിഞ്ഞ് തകർക്കുക. അതൊരു ഭയങ്കര ആവേശമാണ്. അപ്പൊ എറിയുക, നശിപ്പിക്കുക, കൊല്ലുക എന്നൊക്കെ പറയുന്നതിനകത്തൊരു ഭയങ്കര ആവേശമുണ്ട്. അങ്ങനെ എറിയാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് വേറെ എറിയാൻ പോണം, അതുകൊണ്ട് ഈ കേസ് തീർത്തിട്ട് വേണം അടുത്ത കേസ് പിടിക്കാൻ, അതുകൊണ്ട് പെട്ടെന്ന് കാര്യം പറ. ഉടനെ കർത്താവ് പറഞ്ഞു, എറിഞ്ഞോ, ഒരു കുഴപ്പമില്ല, പക്ഷേ നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. പിന്നെ നമ്മൾ അവിടെ കാണുന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ്. മുതിർന്നവർ തുടങ്ങി
നല്ല പ്രായമുള്ള അച്ചായന്മാരും ഒക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. മുതിർന്നവർ തുടങ്ങി എല്ലാവരും, ചെറുപ്പക്കാർ വരെ എല്ലാവരും കല്ലുകൾ താഴെ ഇട്ടിട്ട് പോയി. ആ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് അവരെ കുറിച്ച് നല്ല മതിപ്പാ. കാരണം എന്നാ, സത്യസന്ധരായിരുന്നു. പാപം ചെയ്തെന്ന് പബ്ലിക്കായിട്ട് സമ്മതിച്ചു. നമ്മളെങ്ങാനുമാണെ സമ്മതിക്കുവോ? അയ്യോ, എറിഞ്ഞില്ലെങ്കിൽ വീട്ടിൽ കയറ്റത്തില്ല. കാരണം ഭാര്യ പറയും, നിങ്ങളും അവളുടെ കൂടെ പോയി പാപം ചെയ്തു, ഇനി കഞ്ഞിയില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാൻ പറയും. അതുകൊണ്ട് എറിഞ്ഞേ പറ്റൂ. എറിഞ്ഞ കർത്താവ് സമ്മതിക്കത്തില്ല. കർത്താവ് പറയലേ, എനിക്കറിയാം നീയും പാപം ചെയ്ത, കർത്താവ് പിടിക്കും. അപ്പൊ ഇതിന് രണ്ടിന് നമ്മൾ മലയാളികളൊക്കെ ആണെങ്കിൽ ഒരു കോംപ്രമൈസിന് പോകും. എന്താണ്, നമ്മൾ എറിയുന്ന പോലെയൊക്കെ ഒന്ന് കാണിക്കും, എന്നാൽ കൊള്ളിക്കത്തുമില്ല. ഭാര്യ ചോദിക്കുമ്പോൾ പറയും, ഞാൻ എറിഞ്ഞായിരുന്നു, നീ കാണാഞ്ഞിട്ട. കർത്താവ് പറഞ്ഞാൽ ചൊറയില്ല, കൊണ്ടില്ലല്ലോ, പിന്നെ എന്നാ പ്രശ്നം, നിനക്ക് എന്നാ പ്രശ്നം, ഞാനത് കല്ലിങ്ങും അത് ആഴെ ഇട്ടെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു നമ്മൾ. ഏതായാലും അവര് ഈ പരിപാടിക്കൊന്നും പോയില്ല, കോംപ്രമൈസിനൊന്നും പോയില്ല. അവര് കല്ലുകൾ താഴെ ഇട്ടിട്ട് അവരങ്ങ് പോയി. ഒരു കൂമ്പാരം കല്ലും ഈ സ്ത്രീയും കർത്താവും. അപ്പൊ ആ സ്ത്രീ ഓർത്ത്, ഇനിയിപ്പം കല്ല് റെഡിയാ, ഇവനിനി ഒറ്റയ്ക്ക് എന്നെ എറിയാൻ പോവാണോ? കാരണം ഇവൻ മാത്രമേ ഉള്ളൂ നിർമ്മലനായവൻ, അവൻ എന്നെ ഒറ്റയ്ക്ക് കല്ലെറിഞ്ഞ് കൊല്ലാൻ പോവാണോ? യഹൂദന്മാരുടെ നിയമം പാലിക്കാൻ പോവാണോ? അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വിമോചനാത്മകമായ ഒരു ചോദ്യം കർത്താവ് അവളോട് ചോദിക്കുകയാണ്. സ്ത്രീയെ, ആരും നിന്നെ വിധിച്ചില്ലേ? ആരും നിന്നെ കല്ലെറിഞ്ഞില്ലേ എന്നല്ല ചോദിച്ചത്, ആരും നിന്നെ വിധിച്ചില്ലേ? നമ്മളൊക്കെ ആണെങ്കിൽ നമ്മളെയൊക്കെ എത്രയോ പേര് വിധിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെ? വിധിക്കപ്പെടുകയും വിധിക്കുകയും ചെയ്യുന്നത് വലിയ സന്തോഷം കണ്ടെത്തുന്നവരാ നമ്മൾ പള്ളിയിൽ വരുമ്പം ഒരു പെങ്കൊച്ചൊരു ഉടുപ്പിട്ടുകൊണ്ട് വന്നാൽ പോലും നമ്മളൊന്ന് വിധിക്കും. അവളത്ര ശരിയല്ല, അവള് കേമിയ, അല്ലെങ്കിൽ ഒരുത്തൻ അതുവഴി എന്തെങ്കിലും ചെയ്ത് നടത്താൻ ഉടനെ നമ്മൾ വിധിക്കും. വിധിക്കലെന്ന് പറയുന്നത് നമ്മുടെ സഹജഭാവമാണ്, എല്ലാവരെയും വിധിക്കുക. പക്ഷെ നമ്മളെ ആരും വിധിക്കുന്നത് നമുക്ക് ഇഷ്ടവുമില്ല. അത് നല്ല കാര്യം. ഞങ്ങളെ ഒന്നും വിധിക്കാൻ പാടില്ല, ഞങ്ങൾ പക്ഷെ എല്ലാവരെയും വിധിക്കും. വിധിയാളന്മാരാണ് നമ്മൾ. ഏതായാലും അങ്ങനെ ആരും നിന്നെ വിധിച്ചില്ലേ എന്നാണ് കർത്താവ് ചോദിച്ചത്. ഉടനെ അവൾ പറഞ്ഞു, ആരും എന്നെ വിധിച്ചില്ല കർത്താവേ. അതെ, അവരങ്ങോട്ട് മാറട്ടെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഞാൻ നിന്നെ വിധിക്കാൻ പോവാ. നീ ഇങ്ങനെ വല്ലതും കാണിക്കാവോ? എന്നതാ ഇത്? നീ യഹൂദകുലത്തിലെ ഒരു സ്ത്രീയല്ലേ, ഇങ്ങനെ വൃത്തികെട്ട പരിപാടിയെല്ലാം കാണിച്ച് നടക്കുകയാണോ? കർത്താവ് വല്ലതും ചോദിച്ചോ? ഒരക്ഷരം പോലും കുറ്റപ്പെടുത്താതെ ആ സ്ത്രീയോട് പറയുക, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. നമ്മൾ പറയും, കളഞ്ഞ്, അല്ലേ? ഒരു പഞ്ചില്ലാത്ത ഡയലോഗ്. നമുക്കൊക്കെയാണ് ഈ രണ്ട് പറഞ്ഞിട്ടെങ്കിലും വിട്ടാൽ ഒരു സ്വസ്ഥതയുണ്ടായിരുന്നു. നമുക്ക് വലിയ ഇഷ്ടമാണ് രണ്ട് പറഞ്ഞിട്ട്. നിങ്ങൾ പെണ്ണുങ്ങളൊക്കെ വെറുതെ ആണുങ്ങളെ ചൂട് പിടിപ്പിക്കുന്ന ആണായിട്ട് രണ്ട് പറഞ്ഞിട്ടെങ്കിലും ആണുങ്ങളാന്ന് പറഞ്ഞു നടക്കുന്ന, രണ്ട് പറയരുതോ എന്നൊക്കെയാണ്. ഈ പറഞ്ഞ് മുറിപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സുഖമുള്ള പരിപാടിയാണ് കേൾക്കാൻ. അപ്പോ ഞങ്ങൾ പറഞ്ഞു കേട്ടോ, പറഞ്ഞു, അവനിനി ജന്മത്തെ മുമ്പിൽ വരത്തില്ല. കാരണം അതുപോലത്തെ ഡയലോഗാണ് ഞാൻ കാച്ചിരിക്കുന്നത്. മുറിപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് വലിയ പൗരുഷത്തിന്റെ അടയാളമായിട്ട് കരുതുന്ന ഒരു കാലത്താണ് കർത്താവ് പറയുന്നത്, എന്താ? ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് എന്തുകൊണ്ട് അവളെ വിധിച്ചില്ല? കാരണം കർത്താവിന് വിധിക്കാൻ അറിയില്ല. കർത്താവ് മുഴുവൻ കാരുണ്യമാണ്. നമുക്കത് വിശ്വസിക്കാൻ വലിയ പാടാ. കർത്താവ് ശിക്ഷിക്കൂ എന്നൊക്കെ പറയാനായിട്ട് ഭയങ്കര എളുപ്പമാണ്, അത് വിശ്വസിക്കാനായിട്ട് എളുപ്പമാണ്. ഈ കോവിഡ് വന്നപ്പോഴത്തേക്ക് എന്നോടൊരു ചെറുപ്പക്കാരൻ പയ്യൻ ചോദിച്ചു, പിതാവേ, തമ്പുരാൻ നമുക്കിട്ട് പണി തന്നതാണോ കോവിഡ്? കാരണം ഇങ്ങനെ നെകളിച്ച് നടന്നപ്പോഴത്തേക്കും ഇങ്ങനെ വീട്ടിൽ പിടിച്ചിരുത്തിയതാണോ? കാരണം ഈ കർത്താവ് ശിക്ഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിശ്വാസമാണ് നമുക്ക്. ഇപ്പൊ ഇവിടെ പറയുകയാണ്, ഇവിടെ തൊടുപുഴയിൽ അനൗൺസ് ചെയ്യാണ്, ഈ കൺവെൻഷന് വരാത്തവരെ എല്ലാം കർത്താവ് ശിക്ഷിക്കാൻ പോകുന്നു. എന്റെ പൊന്നോ, ഇവിടെ ഈ 2-3 പന്തലിടേണ്ടി വരും. ജനമെല്ലാം വരും, അയ്യോ ശിക്ഷിക്കുവോ, പണി കിട്ടുമോ, മാതാവേ അനുഗ്രഹിക്കണേ. കർത്താവ് സ്നേഹിക്കുന്ന മക്കളെ, വരിക, സ്നേഹം നുകരുക. ആർക്ക് വേണം സ്നേഹം? അതാണ് നമ്മുടെ ഒരു ചിന്ത. ശിക്ഷ വിശ്വസിക്കാനായിട്ട് എളുപ്പമാണ്. ഈ കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിലും, കൊച്ചു പിള്ളേരെ ഇച്ചിരി ശിക്ഷിക്കുന്നല്ല കേട്ടോ. പിള്ളേരൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. കാരണം എന്നാലേ അവർക്ക് കാര്യം മനസ്സിലാകത്തുള്ളൂ. കൊച്ചു കുഞ്ഞുങ്ങളോട് പറയാ, മോനെ നീ പഠിക്കടാ കൂട്ടാ, പഠിച്ചാൽ മാത്രമേ നിനക്ക് വളരാനാവൂന്നൊക്കെ പറഞ്ഞാൽ
അവൻ പോയി വേറെ പണി നോക്കാൻ പറഞ്ഞിട്ട് അവൻ അവൻ്റെ പാട്ടിന് പോകും. പക്ഷേ 2 പൊട്ടിന് കൊടുത്ത് ഇവിടെ പഠിക്കണമെന്ന് പറയാൻ ചിലപ്പോൾ അവൻ പഠിക്കും, അവന് കൃത്യം മനസ്സിലാവും. ശിക്ഷകളാണ് പ്രിയപ്പെട്ടവരെ വിശ്വസിക്കാനായിട്ട് എളുപ്പം. സ്നേഹം വിശ്വസിക്കാൻ വലിയ പാടാ. നമ്മളോടെല്ലാം അഗാധമായ സ്നേഹം ദൈവത്തിനുണ്ട് എന്നുള്ളത് വിശ്വസിക്കാൻ വലിയ പാടാ. പക്ഷെ ദൈവം ശിക്ഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ എളുപ്പമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു അകാല മരണം ഉണ്ടായാൽ ആദ്യം ചോദ്യം എങ്ങോട്ടാ? ദൈവമേ, എന്തുകൊണ്ട് നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തു? ദൈവമാണോ ഇത് ചെയ്തത്? നമുക്ക് എന്തോ ഒരു ഉറപ്പാ ഇത് ദൈവമാ ചെയ്തത്. ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. ചോദ്യം ആരോടാ? ദൈവത്തോടാ. ദൈവമേ, നീ എന്നെ ഇങ്ങനെ കാണിക്കുക, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നീ എന്താ ഇത് സാധിച്ചു തരാത്ത? നീ എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നത്? എന്തുകൊണ്ടാണ് ഒത്തിരി തടസ്സങ്ങൾ വരുന്നത്? എല്ലാം ചെയ്യുന്ന ആരാണ്? തമ്പുരാനാണ്. തമ്പുരാന്റെ പരിപാടിയാണ് നമ്മൾ നേരെ നടക്കുമ്പം ഒരു വിലങ്ങനെ ഒരു തടി അങ്ങോട്ട് ഇടുക, തടസ്സപ്പെടുത്തുക. നമ്മളൊരു ബിസിനസ് നടത്തുമ്പം അത് പൊളിച്ചു കൊടുക്കുക. ഇതൊക്കെ കർത്താവിന്റെ പണിയാണോ? ഒന്നുമല്ല. പക്ഷെ എന്നിട്ടും നമ്മൾ വിശ്വസിക്കുകയാണ് കർത്താവ് നമ്മളെ ശിക്ഷിക്കുന്നവനാണ്, കരുണ കാട്ടുന്നവനാണ്, സ്നേഹിക്കുന്നവനാണ്, പുറകെ നടന്ന് സ്നേഹിക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഈ പാപിനിയായ സ്ത്രീ പിറ്റേ ദിവസവും പോയി പാപം ചെയ്തു എന്ന് വിചാരിക്കാം. അവൾക്കറിയാവുന്നതല്ലേ അവള് ചെയ്യത്തുള്ളൂ. അവള് പിറ്റേ ദിവസവും പോയി പാപം ചെയ്തു. പിറ്റേ ദിവസം യുവന്മാര് പിടിച്ചു. പിടിച്ചിട്ട് കർത്താവിന്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കും. ഇന്നലെ നീ ചുമ്മാ അതും ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ വെറുതെ വിട്ടു, ഇന്ന് ഇവളെ എറിഞ്ഞിട്ട് തന്നെ കാര്യം. പെട്ടെന്ന് പറ, ഈശോ എന്ത് പറഞ്ഞേനെ? ഈശോ അത് തന്നെ പറഞ്ഞേനെ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, നീ പോയിക്കൊള്ളുക മോളെ, ധൈര്യമായിട്ട് പോയിക്കൊള്ളുക, ഇനിമേൽ പാവം ചെയ്യരുത്. കാരണം എന്താ? കർത്താവിന് സ്നേഹിക്കാനേ അറിയത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത് ചുമ്മാ തോന്നിവാസമല്ലേ? കർത്താവ് ശിക്ഷിക്കത്തൊന്നുമില്ല, സ്നേഹിക്കത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും തോന്നിവാസം ജീവിക്കാമല്ലോ. അതിന്റെ ഒന്നാമത്തെ ഉത്തരം പ്രിയപ്പെട്ടവരെ, 1, കർത്താവിന്റെ സ്നേഹം ഒരു തുള്ളിയെങ്കിലും അനുഭവിച്ചവൻ വഴിവിട്ട് ജീവിക്കത്തില്ല. കാരണം ആ സ്നേഹം വിട്ടു പോകാൻ അവൻ ആഗ്രഹിക്കത്തില്ല. സ്നേഹിച്ച് നേടുന്നവനാണ് ദൈവം, ശിക്ഷിച്ച് നേടുന്നവനല്ല. സ്നേഹിച്ച് നേടുന്നവനാണ് ദൈവം. അതുകൊണ്ട് കർത്താവിന്റെ സ്നേഹം ഒരല്പം, ഒരു ഇത്തിരി അനുഭവിച്ചവൻ കർത്താവിനെ വിട്ടുപോകുന്ന പ്രശ്നമില്ല എന്നുള്ളതാണ്. അവര് കർത്താവിന്റെ ആ വലിയ കൃപയിലായിരിക്കും. രണ്ടാമത്തെ ഉത്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കർത്താവിനെ പേടിച്ചിട്ടല്ല മര്യാദയ്ക്ക് ജീവിക്കേണ്ടത്. നമ്മളെ അതിരുകളില്ലാതെ സ്നേഹിക്കുന്ന ദൈവത്തോടുള്ള എന്റെ പ്രതികരണമാണ് ഉത്തരവാദിത്വപൂർണമായ ജീവിതം. അതിരുകളില്ലാതെ സ്നേഹിക്കുന്ന ദൈവത്തോടുള്ള എന്റെ സ്വാഭാവികമായ പ്രതികരണമാണ് ഉത്തരവാദിത്വപൂർണമായ ജീവിതം. ഞാൻ കൽപ്പനകൾ അനുസരിക്കുന്നത് എന്റെ ദൈവത്തെ പേടിച്ചിട്ടല്ല, ആ സ്നേഹം കിട്ടിയത് കൊണ്ട്. ദൈവമേ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, നിന്റെ സ്നേഹം എന്നെ സ്പർശിച്ചു എന്ന ചിന്തയിൽ നിന്നാണ് എന്റെ ധാർമ്മിക ജീവിതം വരുന്നത്. അല്ലാതെ ദൈവത്തെ പേടിച്ചിട്ടല്ല. ദൈവം പണി തരും, ദൈവം ശിക്ഷിക്കും, അങ്ങനെ ഭയന്നിട്ടല്ല. പുതിയ നിയമം മുഴുവൻ ഈ സ്നേഹമാണ്. പഴയ നിയമത്തിൽ നിങ്ങൾ ചിലപ്പോൾ ശിക്ഷയെക്കുറിച്ചൊക്കെ കണ്ടമാനം വായിക്കുകയും പേടിക്കുകയും രാത്രി ഞെട്ടി എണീക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ പുതിയ നിയമത്തിൽ മുഴുവൻ സ്നേഹമാണ്. പുതിയ നിയമത്തിൽ ഇടയ്ക്കിടയ്ക്ക് കർത്താവ് വല്ലപ്പോഴും ഒക്കെ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞാലും അവസാനം അവിടുത്തെ ജീവിതം കൊണ്ട് അവിടുന്ന് ചെയ്തത് എന്താണ്? നമ്മുടെ പാപങ്ങൾക്ക് അവിടുന്ന് നമ്മളെ ശിക്ഷിച്ചോ? ഇല്ല. മറിച്ച് അവൻ എന്താണ് ചെയ്തത്? ആ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് അവൻ കാൽവരിയിൽ സ്വയം യാഗമായി മാറി, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി മാറി. സ്ലീഹ പറയുന്നത് പോലെ നമുക്ക് വേണ്ടി അവൻ പാപമായി മാറി. പാപമല്ലാത്തവൻ നമുക്ക് വേണ്ടി പാപമായി മാറി. അതാണ് കർത്താവ്. ആ കർത്താവ് നമ്മളെ ശിക്ഷിക്കുമോ? എനിക്ക് വിശ്വാസമില്ല. ശിക്ഷയെ ഭയന്നുള്ള ജീവിതമല്ല ക്രൈസ്തവ ജീവിതം, മറിച്ച് സ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട ജീവിതം. അതാണ് അതിന്റെ ശക്തി. അതുകൊണ്ടാണ് ഈ സ്നേഹത്താൽ സ്പർശിക്കപ്പെട്ടവര് ജീവിതം കർത്താവിന് സമർപ്പിക്കുന്നത്. നമ്മുടെയൊക്കെ വൈദികര്, സന്യസ്തര്, ഇവരൊക്കെ വർഷങ്ങളോളം ജീവിതം മുഴുവൻ കർത്താവിനെ ഓർത്ത് ജീവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എവിടെങ്കിലുമൊക്കെ അവരെ കർത്താവിന്റെ സ്നേഹം സ്പർശിച്ചിട്ടുണ്ട്. അതിനുള്ള ഒരു പ്രത്യുത്തരമാണ്. അതുപോലെ നിങ്ങള് വലിയ ഉത്തരവാദിത്വ ബോധത്തോടെ നല്ല കുടുംബജീവിതം നയിക്കുന്നു. ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും സ്നേഹത്തോടെ ജീവിക്കാൻ പരിശ്രമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഈ ദൈവത്തിന്റെ സ്നേഹം എവിടെങ്കിലും ഒക്കെ സ്പർശിച്ചിട്ടുണ്ട്. അപ്പോൾ മാത്രമാണ് ജീവിതം സമർപ്പിക്കാൻ പറ്റുക. അല്ലാതെ മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ ദൈവം പണി തരും അല്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും എന്ന് പേടിച്ചിട്ടല്ല,
മറിച്ച് സ്നേഹിച്ചിട്ടാണ്. നിങ്ങളൊക്കെ പള്ളിയിൽ വരുന്ന ആരെങ്കിലും പേടിച്ചിട്ടാണ്. നമ്മുടെയൊക്കെ പള്ളികളിൽ നടക്കുന്ന ഒരു വലിയ അത്ഭുതമുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ കാലമാണ്. തെരഞ്ഞെടുപ്പ് നടത്തുന്നവരോട് ചോദിച്ചാൽ അറിയാം, കോടിക്കണക്കിന് രൂപയാണ് അവർക്ക് ചെലവ്. ഇത്രയും ഈ തെരഞ്ഞെടുപ്പിന്റെ ചെലവെല്ലാം കൂടെ ഇന്ത്യയിൽ അത് നേരെ ചൊവ്വേ അത് നിക്ഷേപിക്കുമായിരുന്നെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് മുഴുവൻ വേണം നല്ല ജോലി കൊടുക്കാമായിരുന്നു. പക്ഷേ അതെല്ലാം ഇവർ പ്രചരണം നടത്തിയും എല്ലാം കളയുകയാണ്. ഇഷ്ടംപോലെ കോടിക്കണക്കിന് രൂപ ഇപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും 500 പേരുടെ ഒരു സമ്മേളനം സംഘടിപ്പിക്കുക, 1000 പേരുടെ ഒരു സമ്മേളനം സംഘടിപ്പിക്കുക. അവർക്കൊക്കെ അത്ഭുതമുള്ള ഒരു കാര്യം, എല്ലാ ഞായറാഴ്ചയും വലിയ ഇടവകളിലൊക്കെ 1000, 2000, 3000, 4000, 5000 പേര് പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നു. എന്താ ചെലവ്? 3 മണി അടിച്ചാൽ മതി. 3 മണി അടിച്ചു കഴിഞ്ഞാൽ 1000 പേര് ഒരുമിച്ച് കൂടുക. എന്നെ ഇടപെടാ ഇത്? ഒരു അനൗൺസ്മെന്റും ഇല്ല, ഒരു പള്ളിയിൽ ഒരു അറിയിപ്പും ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ പിന്നെ നമ്മുടെ അച്ഛന്മാരെല്ലാം ടെക്നോളജി എല്ലാം പഠിച്ചതുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇതേ കുർബാനയുണ്ടെന്നൊക്കെ പറയും. ഇല്ലല്ലോ ഇവർ വരും. അത് വലിയ അത്ഭുതമാണ്. നിരീശ്വരന്മാരെല്ലാം കൈകൊട്ടി സന്തോഷിച്ചിരിക്കുകയായിരുന്നു. എന്നതാ, ആ കോവിഡ് വന്നപ്പോൾ പള്ളിയെല്ലാം പൂട്ടിയേ, ദൈവം പരാജയപ്പെട്ടെ എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ടിരിക്കുകയായിരുന്നു. അവർക്കെല്ലാം ഭയങ്കര സങ്കടമായി. കാരണം എന്നാ, ആ പള്ളി ശകലിച്ചേ വിധം തുറന്നപ്പോഴേ ജനമെല്ലാം ഓടി വരികയാണ് പള്ളിയിലോട്ട്. 50 പേര് അനുവാദം ഉണ്ടായിരുന്നപ്പോൾ 100 പേര് വരുന്നു. ഞാനൊരു പള്ളിയിൽ ആ ഇടയ്ക്ക് പോയി, 50 പേർക്ക് പള്ളിയിൽ വരാൻ അനുവാദമുള്ളൂ. ആ സമയത്ത് ഞാനൊരു കുർബാനയ്ക്ക് ചെന്നപ്പം ഞാൻ നോക്കിയപ്പം പള്ളിക്കകത്ത് 50 പേര്, പുറത്തൊരു 200 പേരുണ്ട്. ഞാൻ പറയും, വിചാരിച്ച ഇത് ശരിയാകത്തില്ല, പോലീസ് എന്നെയും പിടിച്ചോണ്ട് പോകും. ഉടനെ എന്നോട് അച്ഛൻ പറഞ്ഞു, എന്റെ പിതാവേ, ഞാൻ അവരോട് പറഞ്ഞതാ. അവര് പറഞ്ഞു, അച്ഛൻ സേഫാ, അതിനാ പള്ളിക്കകത്ത് 50 അല്ലേ ഉള്ളൂ, ഞങ്ങൾ പുറത്ത് നിന്നോളാം, അതിന് ആർക്കെന്നെ പോലീസ് വന്നാൽ ഞങ്ങൾ നോക്കിക്കോളാം. കുർബാന കൊടുക്കാൻ നേരം ഞങ്ങൾക്ക് 200 പേർക്ക് കൂടെ തന്നേക്കണം. അതാണ്. ഇതെന്താണ് ഇതിന്റെ മാജിക്? എന്താണ്? ശിക്ഷയാണോ? അല്ല. പള്ളി വരണ്ടെന്ന് വിചാരിച്ചും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 50 പേര് വന്നാൽ മതി, കൂടുതൽ വരണ്ടെന്ന് പറഞ്ഞിട്ടും ജനം വരുന്നത് എന്തുകൊണ്ടാണ്? സ്നേഹമാണ്. പ്രിയപ്പെട്ടവര്, സ്നേഹമാണ്. അതാണ് ക്രൈസ്തവ വിശ്വാസം മുഴുവൻ, സ്നേഹമാണ്. ശിക്ഷയെ പേടിച്ചുള്ള ഒരു ജീവിതമല്ല. അത് വലിയ സ്വാതന്ത്ര്യത്തിന്റെ ജീവിതമാണ്, വലിയ ഒരു സ്നേഹത്തിന്റെ ജീവിതമാണ്. നമ്മള് ലൂക്കായുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇതുപോലെ തന്നെ സമാനമായ ഒരു സംഭവം കാണുന്നുണ്ട്. 19-ാമത്തെ അധ്യായത്തില് അവിടെ ആരെയാണ് നമ്മൾ കണ്ടുമുട്ടുക? അവിടെ നമ്മൾ സക്കേവൂസിനെയാണ്. സക്കേവൂസ് വെറുക്കപ്പെട്ട മനുഷ്യനാണ്, പക്ഷെ വലിയ സ്ഥാനത്തിരിക്കുന്ന മനുഷ്യനാണ്. അങ്ങനെ ഏത് സ്ഥാനമാണ്? ജില്ലാ കളക്ടറുടെ പൊസിഷനാണ് സക്കേവൂസ്. കാരണം ചുങ്കം പിരിവുകാരാണ്. ചുങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശപ്പെട്ട കാര്യമൊന്നുമല്ല, ടാക്സ് ആണ്. ടാക്സ് കളക്ടറാണ് ഇയാൾ. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എനിക്കൊരു വലിയ ക്യൂരിയോസിറ്റി ആയിരുന്നു, ഈ ജില്ലാ കളക്ടർമാർ എന്താണാവോ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നത്, ഇവരെ എന്താണ് ഈ കളക്ടർ എന്ന് വിളിക്കുന്നത്? പിന്നെ ഞാൻ മനസ്സിലായത് ഇവർ കളക്ട് ചെയ്യുന്നത് ടാക്സ് ആണ്. ടാക്സ് കളക്ടർ, റവന്യൂ ആണ് അവർ കളക്ട് ചെയ്യുന്നത്. അപ്പൊ ചുങ്കം പിരിവുകാരനാണ് നമ്മുടെ സക്കേവൂസ്. ടാക്സ് കളക്ടറാണ്, വലിയ സ്ഥാനമൊക്കെ ഉണ്ട് ഇയാൾക്ക്. അങ്ങനെ ഇരിക്കെ ഇയാൾക്ക് കർത്താവിനെ കാണണമെന്ന് ഒരാഗ്രഹമാണ്. അതാണ് കർത്താവിന്റെ ഒരു കാര്യം. കർത്താവിനെ കാണണമെന്ന് ഈ ചുങ്കക്കാരന് ഒരു വലിയ ദാഹം കൊടുക്കുകയാണ്. അയാളോടി സിക്കമോർ മരത്തിന്റെ മുകളിൽ കയറി ഇരിക്കുകയാണ്. പൊക്കം കുറവായിരുന്നതിനാൽ എന്നാണ് കൂട്ടുകാരനായ ലൂക്ക എഴുതി വെക്കുന്നത്. പക്ഷേ ഏറ് പേടിച്ചും കൂടാണ്. കാരണം ഇവനെ കിട്ടുവാണെങ്കിൽ ഇരുട്ടടി കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ് ആൾക്കാർ. കാരണം ഇവൻ യഹൂദനായിരിക്കെ യഹൂദന്മാരിൽ നിന്ന് കൊടുക്കേണ്ട നികുതിയുടെ 5-6 ഇരട്ടി കുത്തിനു പിടിച്ച് മേടിച്ചിട്ട് അതിന്റെ ഒരു ഭാഗം കൊണ്ടുപോയി റോമാക്കാർക്ക് കൊടുത്ത് ബാക്കിയുള്ളതെല്ലാം കീശയിലാക്കുന്ന വെറുക്കപ്പെട്ടവനാണ് ഈ സക്കേവൂസ്. ഇരുട്ടടി കൊടുക്കാൻ കാത്തിരിക്കുന്ന സക്കേവൂസ് അവനാ മോളിൽ കയറി ഇരിപ്പാത്തിരിക്കുകയാണ്. കർത്താവും പരിവാരങ്ങളും കൂടെ വന്നു. കർത്താവ് സിക്കമൂർ മരത്തിന്റെ താഴെ എത്തിയപ്പോൾ മോളിലോട്ട് നോക്കി. ശിഷ്യന്മാരെല്ലാരും കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എന്നതെങ്കിലും ഇതിനകത്ത് കാണണേ. ഇന്നലെയും കൂടെ അവനൊരു മരത്തെ നോക്കി ഒന്നും കാണാഞ്ഞിട്ട് ശപിച്ചതാണ്, എന്തെങ്കിലും ഒരു ഫലം ഇവിടെ ഉണ്ടാകണേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ മുകളിലോട്ട് നോക്കിയപ്പം ദോണ്ട് നമ്മുടെ ജില്ലാ കളക്ടർ ഇരിക്കുന്നു. ആഹാ, അത് ശരി, അപ്പൊ ഇവിടെ വന്നിരിക്കുക അല്ലെ. അപ്പൊ എല്ലാവർക്കും സന്തോഷമായി. എന്നാ, കർത്താവ് അവനെ പിടിച്ചു. കർത്താവ് മിടുക്കരാ, കണ്ടോ, ആ സക്കേവൂസിനെ ഇപ്പൊ ശിക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ കാത്തിരിക്കുകയാണ്. കർത്താവ് വന്നിട്ട് പറഞ്ഞു സക്കേവൂസിനോട്, സക്കേവൂസ് വേഗം ഇറങ്ങി വരിക. എല്ലാവർക്കും വലിയ സന്തോഷമായി. ഇപ്പം 2 പറയാൻ പോവാ, കേൾക്കാം. വിധിവാചകം കേൾക്കാൻ കാത്തിരുന്നവരുടെ മുമ്പിൽ കർത്താവ് എന്താ പറയുന്നത്?
സക്കേവൂസ് വേഗം ഇറങ്ങി വരിക, എനിക്കിന്ന് നിന്റെ വീട്ടിൽ താമസിക്കണം. ഛേ, കളഞ്ഞ അല്ലേ, ഒരു പഞ്ചില്ലാത്ത ഡയലോഗായിപ്പോയി എന്ന് നമ്മുടെ പിള്ളേര് പറയും. കിട്ടിയതല്ലേ, 2 കാച്ചണ്ടേ. അവൻ ജീവിതത്തിൽ ചുങ്കം പിരിക്കാത്ത രീതിയിൽ 2 അങ്ങോട്ട് കൊടുക്കണ്ടേ. അതിന് പകരം പറയുക, നമുക്ക് ഫുഡടിക്കാം. ഇതൊക്കെയാണ് പറയുന്നത്, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. കർത്താവ് എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് അല്ലേ, ഒരു ഡിസിപ്ലിനൊക്കെ വേണ്ടേ കർത്താവിന്. നമുക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. കാരണം നമ്മൾ ശിക്ഷയുടെ ആശാന്മാരും ആശാട്ടികളും. ശിക്ഷ കൊടുത്താലേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് സക്കേവൂസിന്റെ വീട്ടിൽ പോയി നല്ല ഭക്ഷണം കഴിയും. കർത്താവിന് പിന്നെ ഭോജനപ്രിയൻ എന്നൊക്കെ ദുഷ്പേരുണ്ട് പണ്ടേ. പിന്നെ ശിഷ്യന്മാർക്ക് പറയുകയും വേണ്ട, അവർക്ക് വിശപ്പിന്റെ അസുഖമുള്ള മനുഷ്യരാണ്. അവർക്ക് ഫുഡ് കണ്ടു കഴിഞ്ഞാൽ, ഫുഡ് കണ്ടില്ലേലും അവരുള്ളതെല്ലാം പറിച്ച് തിന്നുന്ന പാർട്ടികളാണ്, പോകുന്ന വഴിക്കല്ല. നാണക്കേടുണ്ടാക്കുന്ന ആൾക്കാരാണ് ശിഷ്യന്മാർ. അവരും ഇരുന്ന് കഴിപ്പോട് കഴിപ്പ്, എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ്. ഒരാൾക്ക് മാത്രം വിശപ്പില്ല. ആർക്കാണത്? സക്കേവൂസ് ഇറങ്ങി എഴുന്നേറ്റിട്ട് പറയുന്ന എന്താണ്? കർത്താവേ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കും. എന്റെ സക്കേവൂസെ, നിന്നോട് ആരാ പറഞ്ഞ ഇതൊക്കെ കൊടുക്കാൻ? അല്ല, എന്നോട് ആരും പറഞ്ഞില്ല, പക്ഷെ എനിക്ക് കൊടുക്കണം. കാരണം എന്താണ്? നിന്റെ സ്നേഹം എന്നെ സ്പർശിച്ചു. നിന്റെ അഗാധമായ കാരുണ്യം എന്നെ സ്പർശിച്ചു. നീ എന്നെ ശിക്ഷിക്കുമെന്ന് ഞാൻ കരുതി, പക്ഷേ നീ എന്നോട് വലിയ സൗഹൃദവും സ്നേഹവും കാട്ടി. അതുകൊണ്ട് നിന്റെ അഗാധമായ സ്നേഹം എന്നെ സ്പർശിച്ചു. അതുകൊണ്ട് എനിക്കിനി പഴയ പോലെ ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ എപ്പോഴും ഓർക്കും, ഈ ഈശോ സക്കേവൂസിനെ വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ സക്കേവൂസ് തിരിച്ചു കൊടുത്തേനെ. ആ മേടിച്ചതൊക്കെ അങ്ങ് തിരിച്ചു കൊടുത്താൻ. ഇതങ്ങനല്ല, 4 ഇരട്ടിയായിട്ട് തിരികെ കൊടുത്തു. അതാണ് കർത്താവ്. എന്നാ ചെയ്തു? ഒന്നും ചെയ്തില്ല. കൂടെ പോയിരുന്ന് ഭക്ഷണം കഴിച്ചു, ഇത്രയേ ഉള്ളൂ. കാരുണ്യം കൊണ്ട് വ്യക്തികളിൽ മാനസാന്തരം ഉളവാക്കുന്ന അത്ഭുതകരമായ അജപാലന ശൈലിയായിരുന്നു നമ്മുടെ കർത്താവിൻ്റെത്. കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ നിന്ന് 1ന് 4 ഇരട്ടിയായിട്ട് നന്മ പുറത്തെടുക്കുന്ന അത്ഭുതകരമായ അജപാലന ശൈലിയായിരുന്നു കർത്താവിൻ്റെത്. 1ന് 4 ഇരട്ടിയായിട്ട്. ഇതേ കണ്ടില്ലേ, ഞാൻ വാഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് കൊടുത്തേക്കാതാണ് പറഞ്ഞത്. ഈ മനുഷ്യരെ എല്ലാം കർത്താവ് കണ്ടപ്പോൾ അവരെയൊക്കെ അവരിൽ അവിടുന്ന് കണ്ടത് അവരുടെ കുറവുകളല്ല, അവരുടെ സാധ്യതകളാണ്. സക്കേവൂസ് കർത്താവിന്റെ ശിഷ്യനായിരുന്നിരിക്കണം. ഏതായാലും പാപിനിയായ സ്ത്രീ, അവൾ കർത്താവിന്റെ പ്രഘോഷകയായിട്ട് മാറി. അവൾ കർത്താവിന്റെ ശിഷ്യയായിട്ട് മാറി. അവളും മഗ്ദലന മറിയും ഒക്കെ ഒരു ആളാണെന്ന് നമ്മളിങ്ങ് പറഞ്ഞാൽ ബൈബിൾ പണ്ഡിതന്മാരൊന്നും എന്നോട് യോജിക്കത്തില്ല. എന്നാലും രണ്ടുപേരും കൂടെ ഒക്കെ ഒന്ന് കൂട്ടി, ഏതാണ്ട് സ്വഭാവമൊക്കെ ഏതാണ്ട് ഒരുപോലെ ആയതുകൊണ്ട് രണ്ടും കൂടെ ഒരാളാണെന്ന് കരുതിയാൽ, ഈ ആളിൽ നിന്നാണ് കർത്താവ് 7 പിശാചുക്കളെ പുറത്താക്കിയത്. അവളാണ് കർത്താവിന്റെ ഉത്ഥാനത്തിന്റെ പ്രഥമ സാക്ഷി. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മളെല്ലാവരും പാപിനിയായ സ്ത്രീയിൽ കണ്ടത് അവളുടെ പാപങ്ങളാണ്. ഇവളെയൊന്നും പള്ളി കയറ്റാൻ കൊള്ളത്തില്ല, പള്ളി പോയിട്ട് വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. അവളെ നമ്മുടെ മാതൃവേദി അംഗമാക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. പ്രസിഡന്റ് ആക്കാൻ ഒരിക്കലും പാടില്ല. അങ്ങനെയുള്ളവളാണ് അവള്. അവള് ശരിയല്ല, അവള് കൊള്ളുകയല്ല, അവളുടെ ചരിത്രം ശരിയല്ല, അവള് പാപം ചെയ്തവളാണ്, അവൾ കുറവുകളുള്ളവനാണ്. നമ്മൾ അവളുടെ കുറവുകളാണ് കാണുന്നതെങ്കിൽ ഈശോ തന്റെ ഉത്ഥാനത്തിന്റെ പ്രഥമ സാക്ഷിയാകാനുള്ള അവളിലെ സാധ്യതയാണ് കണ്ടത്. ഇതാണ് നമ്മളും കർത്താവും തമ്മിലുള്ള കാഴ്ചപ്പാടിന്റെ വ്യത്യാസം. കർത്താവ് നമ്മളിലേക്ക് കരുണയോടെ നോക്കുമ്പോൾ തിരിച്ചു വരാനുള്ള നമ്മുടെ സാധ്യതകളാണ് കാണുന്നതെങ്കിൽ, നമ്മൾ മനുഷ്യരെ നോക്കുമ്പോൾ അവരെ മാറ്റി നിർത്താനുള്ള അവരുടെ കുറവുകളാണ് നമ്മൾ കാണുന്നത്. അവരെ കുറ്റം പറയാൻ, വിധിക്കാനുള്ള മാറ്ററുണ്ടോ എന്നാണ് നമ്മൾ നോക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുവിശേഷത്തിന്റെ വഴി കാരുണ്യത്തിലൂടെയുള്ള അത്ഭുതമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഈ കാരുണ്യ അനുഭവത്തിൽ വന്നവൻ ഒരിക്കലും വഴിതെറ്റി പോകത്തില്ല. അവൻ ആ സ്നേഹാനുഭവത്തിൽ അവൻ അമർന്നിരിക്കും. അവൻ ഒരിക്കലും പോകത്തില്ല. നല്ല ഈ അപ്പനും അമ്മയൊക്കെ നല്ല സ്നേഹിച്ച് വളർത്തിയ മക്കളുണ്ടല്ലോ, അപ്പനും അമ്മയും കൂടെ സ്നേഹമാണെന്ന് മക്കൾക്ക് ബോധ്യമുള്ള കുടുംബങ്ങളിലെ കുട്ടികൾ, അവരെ നിങ്ങൾ ഏതു വഴി വേണേലും വിട്ടോ, അവർ വഴിതെറ്റി പോകത്തില്ല.
അവര് വീട്ടിൽ തിരിച്ചു വരും. കാരണം അവർക്ക് ഈ സ്നേഹം കിട്ടിയിട്ടുണ്ട്. അവർക്ക് തോന്നിയാസം ജീവിക്കാൻ പറ്റില്ല. അവർക്ക് അവരുടെ അപ്പന്റെ മുഖം വാടുന്നത് ഒരിക്കലും ചിന്തിക്കാനാവില്ല. അവരുടെ അമ്മയുടെ കണ്ണ് നിറയുന്നത് അവർക്ക് കാണാനാവില്ല. ആ മക്കള് ഒരിക്കലും വഴിതെറ്റിപ്പോകത്തില്ല. കാരണം അവർ കുടുംബത്തിന്റെ സ്നേഹം നുകർന്നവരാണ്. എന്ന് പറഞ്ഞതുപോലെയാണ് ദൈവത്തിന്റെ സ്നേഹം നുകർന്ന മക്കള് അവരൊരിക്കലും അധാർമികമായ ജീവിതത്തിലേക്ക് ഒരിക്കലും പോവില്ല. അവരെല്ലാം ആ സ്നേഹാനുഭവത്തിൽ തന്നെയായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളെ കർത്താവ് നേടുന്നത് കുറ്റപ്പെടുത്തിയല്ല, പിണങ്ങിയിരുന്നല്ല, വഴക്ക് പിടിച്ചിട്ടല്ല, മറിച്ച് സ്നേഹിച്ചിട്ടാണ്, പരിധികളില്ലാതെ സ്നേഹിച്ചിട്ടാണ്. ഞാൻ എപ്പോഴും ഓർക്കും, നമ്മൾ കൂടെ കൂടെ പാടുന്നതും എന്നാൽ ഒരിക്കലും വിശ്വസിക്കാത്തതുമായ ഒരു പാട്ടുണ്ട്. ഏതാണെന്നറിയാമോ? അതിരുകളില്ലാത്ത സ്നേഹം. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, ഒരു പാട്ട് പാടിക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ പാടാൻ പോകുന്ന പാട്ട് മിക്കവാറും ഇതായിരിക്കും. എന്താണ്? അതിരുകളില്ലാത്ത സ്നേഹം. പക്ഷെ നമ്മുടെ എല്ലാ സ്നേഹത്തിനും കൃത്യമായ അതിരുകളുണ്ട്. ഇങ്ങോട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ടുള്ളൂ. എന്റെ കൊച്ചിന്റെ കുർബാനയ്ക്കുള്ള പാട്ടിനെ നിന്നെ ഞാൻ വിളിക്കത്തില്ല. കാരണം എന്താ? നിന്റെ വീടിന്റെ പെരവാസ്തോലിക്ക് നീ എന്നെ വിളിച്ചില്ല, നിന്നെ വെട്ടി. അത്ര തന്നെ, ലിസ്റ്റിൽ നിന്ന് വെട്ടിക്കളഞ്ഞു. എന്റെ കൊച്ചിന്റെ കല്യാണത്തിന് നിന്നെ ഞാൻ വിളിക്കത്തില്ല, കാരണം നീ എന്നെ വിളിച്ചില്ല, തീർന്നു. ഇങ്ങോട്ടുണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് കൊടുക്കുന്ന ഒരു പ്രത്യേകമായ അതിരുകൾ നമ്മൾ വരയ്ക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അതിരുകളില്ലാത്ത സ്നേഹമൊന്നും മനസ്സിലാവുമെന്ന് എനിക്ക് സംശയമാണ്. അതിരുകളില്ലാത്ത സ്നേഹം മനസ്സിലാകണമെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ നിരന്തരമായിട്ട് ധ്യാനിക്കണം. ദൈവം നമ്മളെ ഇങ്ങനെ പുറകെ നടന്ന് സ്നേഹിക്കാനും മാത്രം ഈ ഭൂമിയിൽ എന്നെ നീ ഇത്രമേൽ സ്നേഹിപ്പാൻ ഞാൻ ആരാണെന്നെ ഈശോയെ. അപ്പോഴാണ് ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന വില നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. ദൈവം നമുക്ക് ഓരോരുത്തർക്കും വില തരുന്നുണ്ട്. നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? എന്റെ കെട്ടിയവൻ എനിക്കൊരു വിലയും തരുന്നില്ല. ഞാൻ ഈ കഷ്ടപ്പെട്ട് മക്കളെല്ലാം വളർത്തി, ഇവിടെ അങ്ങേര് ഗൾഫിലെങ്ങാണ്ട് പോയിരിക്കുകയായിരുന്നു, ഞാനിവിടെ തന്നെ ഒറ്റയ്ക്ക് കിടന്ന് ഈ കുഞ്ഞുങ്ങളെല്ലാം വളർത്തി നേരെയാക്കി. അയാൾ പറയുന്ന അയാളുടെ കാശിന് മാത്രമേ വിലയുള്ളൂ, എനിക്കൊന്നും വിലയില്ല, ഞാനിവിടെ ജീവിച്ചു ഒന്നും വിലയില്ല, എനിക്ക് വിലയില്ല. കെട്ടിയവൻ പറയുന്നത് കെട്ടിയോള് അയാൾക്ക് വില കൊടുക്കുന്നില്ല. ആ കെട്ടിയോള് നാട്ടിലെ ബാക്കിയുള്ള ആണുങ്ങളെ കുറിച്ചെല്ലാം ഭയങ്കര അഭിപ്രായം പറയുന്നു. അയാൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്കൊരു വിലയും തരുന്നില്ല, ഞാൻ പോരാ. അയലോക്കത്തെ ആ പുള്ളിയെ നോക്ക്, പുള്ളി കണ്ട വലിയ അന്തസ്സായിട്ട് കാറ് ഓടിച്ച് നടക്കുന്നത്, നിങ്ങൾ ഈ പഴയ ഓട്ട ബൈക്കുമായിട്ട് നടക്കുക എന്നൊക്കെയാണ് കെട്ടിയോള് പറയുന്നത്. എനിക്കൊരു വിലയും തരുന്നില്ല. ഇതാണ് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സങ്കടം. എന്നാ? മക്കൾ ഞങ്ങൾക്ക് വില തരുന്നില്ല. അവരുടെ കൂട്ടുകാരൊക്കെ പറയുന്ന അവർ കേൾക്കുന്നത് വലിയ സങ്കടമാണ്. മക്കൾക്കും ഇതൊക്കെ തന്നെയാണ് സങ്കടം. നമ്മുടെ കാര്യമൊന്നും അവർ കേൾക്കില്ല. അവരുടെ മനസ്സിൽ കുറച്ച് ഐഡിയ ആയിക്കൊണ്ട് അതെല്ലാം നമ്മുടെ തലയിലോട്ട് വെക്കുന്നതല്ലാതെ നമ്മുടെ താല്പര്യങ്ങൾക്ക് ഒരു വിലയും തരുന്നില്ല. വില തരുന്നില്ല എന്നുള്ള ഒരു ദുഃഖമുള്ളത് കൊണ്ട് നമ്മൾ എന്നെ എടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ദേഷ്യം തീർക്കാൻ ശ്രമിക്കുന്നു, വഴക്ക് പിടിക്കുന്നു, പോരെടുക്കുന്നു. അങ്ങനെ നമ്മുടെയൊക്കെ കുടുംബാന്തരീക്ഷങ്ങൾ എത്ര ശോകമൂകമാണ് പ്രിയപ്പെട്ടവർ. പലരും പള്ളി വരുന്നത് തന്നെ ആശ്വാസം തേടിയ എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കണ്ടല്ലോ എന്ന് ഓർത്താണ്. വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കാമല്ലോ കുറച്ച് സമയം. കാരണം അവിടെ ഒരു അവാർഡ് പടം പോലെയാ വീട്. പഴയ അവാർഡ് പടം നിങ്ങൾ കണ്ടിട്ടില്ലേ? പാട്ടില്ല, ഡാൻസ് ഇല്ല, കളറില്ല, ഡയലോഗും ഇല്ല, മുഴുവൻ നിശബ്ദതയാണ്. അത് കണ്ടിരിക്കുന്ന നമുക്ക് വേണോ അവാർഡ് തരാൻ? പക്ഷെ അതൊക്കെ പണ്ട് വലിയ അവാർഡ് പടങ്ങളാണ്. ഇപ്പൊ പിന്നെ അങ്ങനത്തെ പടങ്ങളെ ഇറങ്ങുന്നില്ല. ചില വീടുകളെല്ലാം അവാർഡ് പടങ്ങൾ പോലെയാണ്. അവിടെ എങ്ങും സ്നേഹവും ഇല്ല, ഒന്നുമില്ല, സംസാരവും ഇല്ല. അതാണ് സ്നേഹമില്ലാത്ത കുടുംബങ്ങൾ. എല്ലാം ഉണ്ട്, പണമൊക്കെ ഉണ്ട്. ചില വീടുകളിലൊക്കെയാണെങ്കിൽ മക്കളെല്ലാം വിദേശത്തും അവിടെ ഇവിടെ എല്ലാം പോയി. ചെറുപ്രായത്തിലെ ദമ്പതികളെല്ലാം ഒറ്റയ്ക്കാ അവിടെ കുത്തിയിരുന്ന് വഴക്കം പിടിച്ചിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം. ഒന്നാമത് ഈ മക്കള് പോയതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. മക്കളെ രക്ഷപ്പെടുത്തണമേ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവ് രക്ഷപ്പെടുത്തി വിട്ടതാ. എവിടാ? പുറത്തെല്ലാം വിട്ടു. വിസ എല്ലാം എടുത്തു കൊടുത്തത് അപ്പനും അമ്മയും കൂടെ വലിയ ആഘോഷത്തിലാണ് മോനെ പറഞ്ഞയച്ചത്. മക്കളെല്ലാം പോയി കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ആരും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ കുത്തിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കം പിടിച്ചിരിക്കും. നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു സ്നേഹത്തിന്റെ അന്തരീക്ഷം ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ഗവേഷണം നടത്തേണ്ട കാര്യമാണ്. സ്നേഹാനുഭവം ഇല്ലാത്ത എത്രയോ വീടുകൾ വെറുതെ ഇങ്ങനെ ജീവിക്കുകയാണ്. സ്നേഹമായിട്ട് വർത്തമാനം പറയത്തില്ല. ഭാര്യയും ഭർത്താവും കൂടെ വർത്തമാനം പറയുകയല്ല. ഒരു 10 മിനിറ്റ് വർത്തമാനം പറ, ഇല്ല, സാങ്ക് സമയമില്ലെന്നാ പറയുന്നത്.
സമയം എന്നത്തിനാവുള്ളൂ. വഴക്ക് പിടിക്കാൻ എത്ര സമയം വേണേലും ഉണ്ട്, പിണങ്ങിയിരിക്കാൻ എത്ര ദിവസം വേണേലും ഉണ്ട്. നമ്മൾ സ്നേഹവർത്തമാനം പറയില്ല. ഒന്ന്, പരസ്പരം വിശ്വസിക്കത്തില്ല, പരസ്പരം വില കൊടുക്കത്തില്ല. ഭർത്താവ് ഭാര്യയ്ക്ക് വില കൊടുക്കത്തില്ല, ഭാര്യ ഭർത്താവിന് വില കൊടുക്കുകയാണ്. പിന്നെ പഴയ കാര്യം പറച്ചില്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം, അങ്ങോട്ടും ഇങ്ങോട്ടും ശീതയുദ്ധം എന്ന് പറയത്തില്ലേ, നേരിട്ടുള്ള യുദ്ധമല്ല, ജയിക്കാനായിട്ടുള്ള പടവട്ടലാണ്. അങ്ങനെയുള്ള അവസരത്തിൽ, അങ്ങനെയുള്ള അനുഭവങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സ്നേഹത്തിന്റെ അന്തരീക്ഷങ്ങളില്ല എന്നുള്ളതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ എല്ലാ മക്കൾക്ക് വലിയ സാമ്പത്തികമായ സുസ്ഥിതി കൊടുക്കണമേ, എന്റെ കൊച്ച് സൗദി അറേബ്യ വരെ എത്തിയിട്ടുണ്ടേ, അതിനെ എങ്ങനെയെങ്കിലും ഓസ്ട്രേലിയക്ക് വിടണേ. ഇതൊന്നും അല്ല നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ മക്കൾക്കെല്ലാം സ്നേഹമായിട്ട് ജീവിക്കാൻ കൃപ കൊടുക്കണമേ, സംതൃപ്തിയോടെ ജീവിക്കാൻ കൃപ കൊടുക്കണമേ, ഞങ്ങൾക്കും സംതൃപ്തിയോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ കൃപ തരണമേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ്. അതിന് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തണം. നമ്മുടെ സ്വഭാവത്തിലാണ് മാറേണ്ടത്, വേറെ ആരുമല്ല. ആ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നാലേ നമുക്ക് ഈ സ്നേഹാനുഭവത്തിൽ വളരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇതുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങളുടെ പിള്ളേരൊക്കെ നല്ല മിടുക്കരായിട്ട് വളർന്നോളൂ. അവര് തന്നെ പോയി ജോലിയൊക്കെ കണ്ടുപിടിച്ചോളൂ. കാരണം അവരുടെ മനസ്സ് മുഴുവൻ പോസിറ്റീവ് എനർജിയാണ്, സന്തോഷമാണ്. നമുക്കിത് എന്നതാ, ഇതെല്ലാം ഒരു നെഗറ്റിവിറ്റിയാണ്, അല്ലെ? ഒരു നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു നിഷേധാത്മകതയാണ്. നനഞ്ഞു കിടക്കുന്ന ഒരു തുണി പോലെയാണ് നമ്മുടെയൊക്കെ പലരുടെയും മനസ്സ്. അതിനാ അതെങ്ങനെ കിടക്കുക, അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നത്. നനഞ്ഞു കിടക്കുന്ന തുണി കൊണ്ട് നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുന്നത്? അതങ്ങനെ ഉണങ്ങാനിട്ടിരിക്കുക, ഒരിക്കലും ഉണങ്ങുന്നില്ല, എപ്പോഴും നനഞ്ഞ വടക്കം പോലെ കിടക്കുക എന്ന് പറയുന്നത് പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷമില്ലാതെ പോകുന്നത് കൊണ്ട് തന്നെയല്ലേ നമ്മുടെയൊക്കെ പിള്ളേർക്ക് ആശങ്കാരോഗങ്ങൾ, ആകുലതകൾ, അനാവശ്യമായ ആകുലതകൾ, ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ, നൂറുകൂട്ടം കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, ഇങ്ങനെയെല്ലാം ഉള്ള. അപ്പോൾ സന്തോഷമില്ലാത്ത കുടുംബാന്തരീക്ഷങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം കരുണയില്ലാത്തതാണ്. ഞാനൊരു ചെറുപ്പക്കാരൻ പയ്യനെ കണ്ടു. അവൻ എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുമ്പിലുണ്ട്. നാട്ടിലൊരു അനാഥ മന്ദിരമുണ്ട്. അവിടെ എല്ലാ ദിവസവും തന്നെ സമയമുണ്ടെങ്കിൽ എല്ലാം അവൻ ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്നു. അവിടെ എന്തെല്ലാം പൊതുപരിപാടികളുണ്ടെങ്കിലും പൊതുക്കാര്യങ്ങളിലെല്ലാം ഇവൻ തലപ്പത്തുണ്ട്. 10-25 വയസ്സുള്ളൊരു പയ്യൻ. അപ്പൊ ഞാൻ അവനോട് ചോദിച്ച, മോനെ, ഇത്രയും ജനത്തോട്, മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ നിനക്ക് എവിടുന്ന ഒരു പ്രചോദനം കിട്ടി? നിന്റെ സമപ്രായക്കാരെ ഒന്നും ഈ പരിപാടിക്ക് ഇവിടെ ഒന്നും അധികം കാണാറില്ല. ഉടനെ അവൻ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് ഭയങ്കര തമാശാവിധായി. ഞങ്ങളെല്ലാം കരുണ കാണിക്കാൻ പഠിച്ചത് ഞങ്ങളുടെ അപ്പനിൽ നിന്നാണ്. അതെന്താണ്? ഞങ്ങൾ കുഞ്ഞുനാൾ 4-5 ആൺപിള്ളേരാണ് വീട്ടിൽ. ആൺവീടെന്ന് പറഞ്ഞു അല്ലേ, ആണുങ്ങളുടെ വീടാണ്, അമ്മയുണ്ട്. അപ്പോ കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾ കണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? അമ്മ വൈകുന്നേരം ഭക്ഷണം എല്ലാം ഉണ്ടാക്കി ഞങ്ങളെല്ലാം ഊട്ടി, എന്നിട്ട് പാത്രം എല്ലാം കഴുകുന്ന നേരത്ത് അപ്പൻ ചെന്നിട്ട് പറയും, എടി നീ പൊക്കോ, നീ പോയി പിന്നെ ശാന്തമായിക്കോ, ഫ്രഷ് ആയിക്കോ, ഞാൻ പാത്രം എല്ലാം കഴുകിക്കോളാം. അപ്പനാണ് പാത്രം കഴുകുക. അപ്പോൾ അപ്പൻ അമ്മയെ പാത്രം കഴുകി സഹായിക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾ ഓരോരുത്തർ പോയി അപ്പനെ സഹായിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളെല്ലാം വളർന്നപ്പോൾ 4-5 ആൺപിള്ളേരിൽ എല്ലാവരും കൂടെ സഹായിക്കാനും മാത്രം പാത്രം അവിടെ ഇല്ലാതായി. അതുകൊണ്ട് ഞങ്ങൾ അയലോക്കത്തെ പാത്രങ്ങൾ തേടിപ്പോയി. അവൻ പറഞ്ഞതാണ്, അയലോക്കത്തെ വീട്ടിലും സഹായിക്കാൻ പോയി, സഹായം ആവശ്യമുള്ളവരെ എല്ലാം സഹായിക്കാൻ പോയി. മനോഹരമായ ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നി. അതിന് വലിയ ഗൗരവമായ കാര്യമൊന്നുമല്ല അവൻ പറഞ്ഞു. അവൻ വീട്ടിൽ നടക്കുന്ന ഒരു കുഞ്ഞു കാര്യം. ഞാനിതൊരു പ്രസംഗത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും, അച്ഛാ, ആ പാത്രം കഴുകി സഹായിക്കുന്ന ആണുങ്ങൾ ഏത് നാട്ടിലാ ഉള്ളതെന്ന് ചോദിച്ചു ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് വന്നു. അത് എവിടെയാ ഉള്ളത്? അങ്ങോട്ടെങ്ങാനും പോയേക്കായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ കുറെ എണ്ണം ഉണ്ട്, ഞങ്ങൾ എന്നാ ചെയ്യുന്നെന്ന് പോലും അറിയത്തില്ല. വുഡടിച്ചിട്ട് കുറെ ഏമ്പക്കവും വിട്ടിട്ട് പോകുന്നല്ലാതെ ഒരു സ്നേഹവും ഇല്ല, ഒരു നന്മയും പറയത്തില്ല, പാത്രവും കഴുകുകയില്ല. അതാണ് അപ്പൻ അമ്മയെ ചെറുതായിട്ടൊന്ന് സഹായിക്കുന്നത് കണ്ടു വളരുന്ന ആ മക്കള്, അവരുടെ ഉള്ളിൽ സ്നേഹത്തിന്റെ ഒരു അന്തരീക്ഷം അത് നിറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് കുടുംബങ്ങളിൽ കരുണ കാട്ടാനുള്ള പരിശീലനം എന്ന് പറയുന്നത്. അതുകൊണ്ട് പരസ്പരം കരുണ കാട്ടുന്നവരായി കഴിഞ്ഞാൽ നമ്മളെല്ലാം സുവിശേഷത്തിന്റെ സുഗന്ധം പേറുന്ന മനുഷ്യരായിട്ട് മാറും. സ്ലീഹ പറയുന്നത് പോലെ ഞങ്ങൾ കർത്താവിന്റെ സുഗന്ധമാണ്, അല്ലെ? കർത്താവിന്റെ പരിമളമാണ് ഞങ്ങൾ.
എന്ന് പറഞ്ഞതുപോലെ സുവിശേഷത്തിന്റെ പരിമളം എന്ന് പറയുന്നത് ഈ പരസ്പരമുള്ള കാരുണ്യത്തിലാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ കൂടുതൽ ആവശ്യങ്ങളുള്ള ആൾക്കാരുണ്ടെങ്കിൽ, ഒരു ഭിന്നശേഷിക്കാരനായ ഒരു കുഞ്ഞുള്ള ഒരു അമ്മ, ഒരിക്കൽ 35 വയസ്സുള്ള ഭിന്നശേഷിക്കാരനായ ഒരു മകനുള്ള അമ്മയെ ഞാൻ കണ്ടു. അമ്മ എന്നോട് പറഞ്ഞു, എന്റെ അച്ഛാ, ഇവന് ഞാൻ ചിലപ്പോൾ, ഒന്നാമത് അമ്മയ്ക്ക് നടുവേദനയൊക്കെ ഉണ്ട്, ചിലപ്പോ അടുക്കളയിലൊക്കെ നിന്ന്, പഴയ കാലമല്ലേ, അടുക്കളയിലൊക്കെ നിന്ന് ആ പാചകത്തിലൊക്കെ പാചകമൊക്കെ ചെയ്ത് കുനിഞ്ഞൊക്കെ നിൽക്കുമ്പോഴായിരിക്കും പുറകീന്ന് വന്ന ഒരൊറ്റ അടിയാന്നാ പറഞ്ഞു. അമ്മ പറഞ്ഞു, അയ്യോ തല ചുറ്റിപ്പോകുന്ന വേദനയാണ്. പക്ഷെ എന്നാലും അമ്മ തിരിച്ചു തല്ലുവോ? ഇല്ല, എൻ്റെ മോന് അറിയാൻ വയ്യാഞ്ഞിട്ടല്ലേ, അവനോട് വാത്സല്യം, എൻ്റെ മോനെ നീ ഇങ്ങനെ തല്ലാടാന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് ഈ മകൻ മരിച്ചുപോയി. അമ്മയുടെ കരച്ചിലൊന്ന് കാണേണ്ടതായിരുന്നു. ആ അമ്മ എന്നോട് പറഞ്ഞ, പ്രിയപ്പെട്ട അച്ഛാ, എന്റെ എല്ലാ മക്കളെക്കാളും എനിക്ക് സ്നേഹം അവനോടായിരുന്നു. എന്റെ സ്നേഹം ഉണർത്തിയത് മുഴുവൻ അവനാണ്. കരുണ കാട്ടാനുള്ള എന്റെ കഴിവ് മുഴുവൻ അവനാണ് കണ്ടെത്തിയത്. അവനോടായിരുന്നു എനിക്ക് ഏറ്റവും സ്നേഹം. അവൻ എന്തെല്ലോ ഉപദ്രവിച്ചെന്നെ, പക്ഷെ എനിക്ക് ഒരിക്കലും ഉപദ്രവിക്കാൻ തോന്നിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അതാണ് സ്നേഹം, കരുണയെന്ന് പറയുന്നത്. പരസ്പരം മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ശിക്ഷ നിർത്തും, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മത്സരം നിർത്തും. അതാണ് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്ന വ്യക്തി. അല്ലെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് പോകും. അതെന്താണ്? കാർക്കശ്യത്തിന്റെ ആൾരൂപങ്ങളായിട്ട് മാറും. നിസ്സാര കാര്യങ്ങൾക്കെല്ലാം കുറ്റം പറഞ്ഞ് ഇങ്ങനെ നിരന്തരം നടക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറും. 55-56 വയസ്സുള്ള ഒരു സഹോദരി, ഒരമ്മച്ചി, പണ്ട് ഞാൻ കൊച്ചച്ഛനായിരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് മിക്കവാറും ഡൈവോഴ്സ് വേണ്ടി വരും. ഞാൻ പറയും, അമ്മച്ചി ഇത്രയും പ്രായമൊക്കെ ആയില്ല, ഇനിയിപ്പോൾ എന്നാ ഡൈവോഴ്സ്? അയ്യോ സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ ചൈന, എൻ്റെ അച്ഛാ ഇത്രയും നാൾ അയാൾക്ക് ഭരിക്കാൻ ആപ്പീസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് പോയി ആപ്പീസിൽ പോയി ഭരിച്ചോളുമായിരുന്നു. രാവിലെ ഇറങ്ങിയാൽ പിന്നെ വൈകുന്നേരം ആപ്പീസേന്നും പറഞ്ഞുകൊണ്ട് ഫയലെ കെട്ടിക്കടന്നുള്ള ഒരു ജീവിതമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഒത്തിരി സ്വസ്ഥതയുണ്ടായിരുന്നു. ഇപ്പൊ ഇയാൾ ജോലിയെല്ലാം നിർത്തി വീട്ടിൽ വന്നിരിക്കുക. ഇയാൾക്ക് ഭരിക്കാൻ ആപ്പീസ് ഇല്ലാത്തത് കൊണ്ട് കസേര എടുത്ത് അടുക്കളയിലിട്ട് എന്നെ ഭരിക്കുക. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ പയറ് കഴുകിയത് ശരിയായില്ല, അരി ഇങ്ങനെയാണോ കഴുകുന്നത്, പാത്രത്തിൽ ചെളി പറ്റിയിരിക്കുന്നു, നീ സാരി ഉടുത്തത് ശരിയായില്ല, ഈ പ്രായത്തിൽ ഞാൻ ഇനിയിപ്പോ എങ്ങനെ സാരി ഉടുക്കാനോ എന്നെല്ലാം പറഞ്ഞ് ഈ പാവപ്പെട്ട അമ്മ. ഞാൻ ഈ അച്ചായനെയും അമ്മച്ചയും കൂടെ വിളിച്ച് സംസാരിച്ചു. ചായ ഭയങ്കര ഗൗരവ പ്രവൃത്തിക്കാരൻ. ഇതെല്ലാം കേട്ടിരുന്നിട്ട് എന്നോട് പറയാ, അച്ഛാ അവളൊന്ന് നന്നായിക്കോട്ടെന്ന് ഓർത്ത് ഞാൻ പറയുന്നതന്നെ. ഞാൻ ചോദിച്ചു, എത്ര നാളായി ഈ നന്നാക്കൽ പരിപാടി? ഓ അത് 36 വർഷമായി. കെട്ടിക്കഴിഞ്ഞാൽ ഉടനെ തുടങ്ങിയതാ നന്നാക്കാൻ. ഞാൻ ചോദിച്ചു, എന്നിട്ട് നന്നായോ? ഓ എവിടെ, വഷളായിക്കൊണ്ടിരിക്കുക, അതുകൊണ്ടല്ലേ ഞാൻ പിന്നെയും പറയണം. ഞാൻ പറഞ്ഞു, ചേട്ടാ എന്നാ നിർത്ത്. ഏതായാലും 36 വർഷമായിട്ട് പയറ്റിയ ഒരു സ്ട്രാറ്റജി വിജയിച്ചിട്ടില്ല, നമുക്ക് മാറ്റിപ്പിടിക്കാം, സ്ട്രാറ്റജി മാറ്റാം. ഇനി ആ കുറ്റം പറച്ചിൽ അങ്ങ് നിർത്തി ചേട്ടൻ ആ കസേര എടുത്ത് ആ ഫ്രണ്ടിൽ പോയിരുന്ന് അവിടെ നിന്ന് പത്രം രാവിലെ നേരെ പിടിച്ച് വായിക്കുക, ഉച്ച കഴിയുമ്പോൾ തലതിരിച്ച് പിടിച്ച് വായിക്കുക, കൃത്യസമയത്ത് ഭക്ഷണം ഉണ്ടാക്കി വിളിക്കുമ്പോൾ പോയി കഴിക്കുക, എന്നിട്ട് കിടന്നുറങ്ങുക, റെസ്റ്റ് എടുക്കുക, വൈകുന്നേരം നടക്കാൻ പോവുക. അങ്ങനെ ഒന്നും ആയാലോ? അങ്ങനെ ആയാൽ ശരിയാവും. നോക്ക്, നമ്മള് കാർക്കശ്യത്തിന്റെ ആൾരൂപങ്ങളായിട്ട് മാറും. ചില അപ്പന്മാരും അമ്മമാരും മക്കളുടെ പുറകെ കാർക്കശ്യവും കാട്ടി നടക്കുന്നുണ്ട്. ഒരപ്പൻ എന്നോട് പറഞ്ഞു, ഓ എന്റെ മക്കളെയൊക്കെ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാ ഞാൻ വളർത്തിയ, നന്നായിക്കോട്ടെന്ന് ഓർത്താ. പ്രാർത്ഥനയ്ക്കും എല്ലാം എടുക്കനാ അപ്പൻ. പ്രാർത്ഥനാനുഭവത്തിലുള്ള അപ്പനും അമ്മയാ. മക്കൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ഭയങ്കര പട്ടാള ചിട്ടയിൽ അവരെ വളർത്തി. അവസാനം മകൻ അവനിപ്പോ പുറത്തോട്ട് പോലും ഇറങ്ങുന്നില്ല, അവനകത്ത് തന്നെയാണ്. അപ്പനല്ലേ പറഞ്ഞത് പുറത്തിറങ്ങാനെന്ന്? ഞാൻ ദേ ഇവിടെ തന്നെയുണ്ട്. ഇപ്പൊ അവൻ പള്ളിയിലും വരത്തില്ല, എങ്ങും പോകത്തില്ല. അവൻ ജോലി ചെയ്യാൻ പോലും കഷ്ടിച്ചു പോകത്തില്ല. അവൻ വീട്ടിൽ തന്നെയുണ്ട്. അവന്റെ സർവമാന ജീവനും നഷ്ടപ്പെട്ടു പോയി കാർക്കശ്യത്തിൽ. അമിതമായ കാർക്കശ്യം നമ്മളെ ഞെരുക്കുകയാണ്. സ്നേഹിച്ച് നേടാൻ പറ്റുമോ എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കണം. അതാണ് സ്നേഹിച്ച് നേടുന്നവരുടെ സ്വാതന്ത്ര്യമാണ് പ്രിയപ്പെട്ടവരെ ക്രൈസ്തവ സന്ദേശത്തിന്റെ അടയാളം. നമ്മളെല്ലാം ജീവിതം ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്, സ്വതന്ത്രമായ ഒരു സമ്മാനമായിട്ട് നമ്മുടെ ജീവിതം കൊടുക്കുകയാണ്. അത് നമ്മൾ ആരെയും ഭയപ്പെട്ടിട്ടല്ല, ആരെയും ഭയപ്പെടുത്തിയിട്ടുമല്ല.
അതൊരു സ്നേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. അത് അമിതമായ കാർക്കശ്യത്തിലല്ല, വലിയ സ്നേഹത്തിലും കാരുണ്യത്തിലുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില വ്യക്തികളെയൊക്കെ കാണുമ്പോൾ അവർക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല കേട്ടോ, സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ട്. സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാൻ വയ്യാത്ത ഒത്തിരി മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ചിരിക്കാൻ അറിയാൻ വയ്യാത്ത ഒത്തിരി മനുഷ്യരുണ്ട്. നമ്മളവർക്ക് ഇയാളെന്നെ ചിരിക്കാത്ത അഹങ്കാരിയല്ല, ചിരിക്കാൻ അറിയത്തില്ല. കാരണം ചിരിക്കണമെങ്കിൽ കവിളത്ത് 42 പേശികളുണ്ട്. 21 ഒരു സൈഡിലും ഇപ്പുറത്തെ സൈഡിൽ 21. ഇത്രയും പേശികൾ ഇവിടെ തന്നെ കൊണ്ട് വെക്കണമെന്ന് ഞാൻ കർത്താവിനോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. പലരുടെയും ആ 20 എണ്ണവും തളർന്നു കിടക്കുക. അവശേഷിക്കുന്ന ഒരെണ്ണം കൊണ്ട് ചിരിച്ചാൽ അത് ചിരിയാണെന്ന് നമുക്കൊട്ട് തോന്നത്തുമില്ല. ചിരിക്കാൻ കഴിവില്ലാത്ത മനുഷ്യർ, അതുപോലെ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാൻ വയ്യാത്ത മനുഷ്യർ, കരുണയോടെ ഒന്ന് നോക്കാൻ അറിയാൻ വയ്യാത്ത ആൾക്കാരുണ്ട്. നിങ്ങളെല്ലാം ഇന്ന് വീട്ടിൽ ചെന്ന് കണ്ണാടിയിൽ നോക്കണം. നിങ്ങളുടെ നോട്ടം കണ്ടാൽ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുമോ? എല്ലാവരും ഇന്ന് കണ്ണാടിയിൽ പോയി പരിശോധിക്കണം. നിങ്ങളുടെ നോട്ടം കണ്ടാൽ ആർക്കെങ്കിലും അല്പമെങ്കിലും ഒരു കാരുണ്യമോ സ്നേഹമോ വാത്സല്യമോ വല്ലോ തോന്നുമോ? ചിലരുടെയൊക്കെ നോട്ടം വെട്ടുപോത്തിനെ പോലെ പറഞ്ഞ, ചിലർ പേടിച്ചാ നോക്കുന്നത്. നമ്മളെ ഉപദ്രവിക്കാൻ വരുവാണോ മാതാവേ എന്നും പറഞ്ഞാ നോക്കുക. സ്നേഹത്തോടെ കാരുണ്യത്തോടെ വാത്സല്യത്തോടെ പരസ്പരം നോക്കാൻ അറിയാവുന്നവർ എത്ര പേരുണ്ട്? നമുക്കൊക്കെ എത്ര പേർക്ക് നേരെ ചൊവ്വേ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാം? ജീവിത പങ്കാളികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് ചോദിക്കുന്നത് നല്ലതാണ്. അതെ, ഇത്രയും നാളായില്ലേ നമ്മൾ ഉണ്ടുതാമസമൊക്കെ തുടങ്ങിയിട്ട്, എനിക്ക് നിന്നോട് സ്നേഹമാണെന്ന് നിനക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ചോദിക്കണം ഇടയ്ക്ക്. എനിക്ക് നിങ്ങളോട് സ്നേഹമാണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കാം. മക്കളോടും ചോദിക്കണം, മക്കളെ നിങ്ങളോട് ഞങ്ങൾക്ക് സ്നേഹമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? മക്കൾ പറയാ, അത് പുസ്തകത്തിൽ എഴുതി വെച്ചാൽ ഞങ്ങൾ വിശ്വസിക്കാന്ന് പറയും. കാരണം ഞങ്ങളെ അതുപോലെയാണ്, സ്നേഹമൊന്നും പ്രകടിപ്പിക്കത്തില്ല, ചുമ്മാ ഞങ്ങളുടെ പുറകെ നടക്കുക. അതാണ് നമുക്ക് സ്നേഹിക്കാൻ അറിയാൻ വയ്യാത്ത മനുഷ്യരായിട്ട് മാറുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെക്കുറിച്ച് ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് എന്താണ്? അത് വായിച്ചു കഴിയുമ്പോൾ നമുക്കൊരു കുളിർ തെന്നലുപോലെ തോന്നും. അത് മുഴുവൻ ഈ കാരുണ്യത്തിന്റെ ഭാഷയാണ്. ആത്മാവിന്റെ ഫലങ്ങൾ. നമ്മൾ ഈ ആത്മാവിന്റെ വരങ്ങൾക്ക് മാത്രമേ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. വരങ്ങൾ എന്താണ്? ദർശനവരമുണ്ട്, പിന്നെന്താണ് ഭാഷാവരമുണ്ട്, രോഗശാന്തി വരമുണ്ട്. നിങ്ങൾ അതൊക്കെ ഉള്ളവരെ മാത്രമേ കൊള്ളാവുന്ന പാർട്ടികളായിട്ട് കരുതുന്നുള്ളൂ. വരങ്ങൾ വേണം, വരങ്ങൾ വേണം. പക്ഷെ വരങ്ങളെക്കാളും പ്രധാനപ്പെട്ടതാണ് ഫലങ്ങൾ. ഈ ഫലങ്ങൾ എന്താണ്? ആത്മാവിന്റെ ഫലങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ എന്റെ കൂടെ പറയാം. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം അല്ലേ? എല്ലാം ഒരു കുളിർത്തന്നൽ പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു സൗമ്യതയും സ്നേഹവും ആനന്ദവും. ഇതില്ലെങ്കിൽ നമ്മൾ കർത്താവേ കർത്താവേ എന്നും പറഞ്ഞുകൊണ്ട് ചുമ്മാ കടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ല. ഇതുണ്ടോന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടത് നമ്മളല്ല, നമ്മുടെ കൂടെ ജീവിക്കേണ്ടവരാ പറയുന്നത്. നിങ്ങളുടെ ജീവിത പങ്കാളിയാണ് പറയേണ്ടത്, നിങ്ങളുടെ മാതാപിതാക്കളാണ്, നിങ്ങളുടെ മക്കളാണ് പറയേണ്ടത്. നിങ്ങൾക്ക് സ്നേഹമുണ്ടോ? നിങ്ങൾക്ക് ആനന്ദമുണ്ടോ? നിങ്ങൾക്ക് സമാധാനമുണ്ടോ? നിങ്ങൾക്ക് ക്ഷമയുണ്ടോ? നന്മയുണ്ടോ? ദയയുണ്ടോ? വിശ്വസ്തതയുണ്ടോ? ആത്മസംയമനം ഉണ്ടോ? ഇത് സാക്ഷ്യപ്പെടുത്തേണ്ടത് നമ്മുടെ കൂടെ ജീവിക്കുന്നവരാ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കർത്താവിന്റെ മനസ്സ് സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കാം. കർത്താവ് കാരുണ്യത്തിലൂടെ നമ്മളെ നേടുന്ന ആ മനസ്സാണ് കർത്താവിന്റെ മനസ്സ്. ശിക്ഷിച്ച് നേടുന്നവനല്ല, കാരുണ്യത്താൽ നേടുന്നവനാണ്. നമ്മളങ്ങ് വിശ്വസിക്കുക കർത്താവാ ശിക്ഷിക്കുന്നത്. രോഗം വന്നാൽ കർത്താവെ എന്തുകൊണ്ട് ഈ രോഗം എനിക്ക് വന്നു? ഭൂമി കുലുങ്ങിയാൽ കർത്താവെ ഞങ്ങൾക്ക് ടിപ്പണി തരണമായിരുന്നു. എന്തെങ്കിലും അപകടം പറ്റിയാൽ അയ്യോ കർത്താവെ നീ എന്തിനത് ചെയ്തു? പ്രിയപ്പെട്ടവരെ, ശരീരമുണ്ടെങ്കിൽ രോഗമുണ്ട് കേട്ടോ. ജീവനുണ്ടെങ്കിൽ ജീർണതയുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അശരീരികളാകണമായിരുന്നു. ഭൂമി ഇങ്ങനെ നേരെ ചൊവ്വയൊക്കെ കറങ്ങുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുലുങ്ങുകയും ചെയ്യും. അതുപോലെ കടലുണ്ടെങ്കിൽ കടൽക്ഷോഭം ഉണ്ടാവും, പ്രകൃതി ഉണ്ടെങ്കിൽ പ്രകൃതിക്ഷോഭം ഉണ്ടാവും. ഇതെല്ലാം പ്രകൃതി നിയമങ്ങളാണ്.
ശരീരത്തിൽ രോഗങ്ങളുണ്ട്. എൻ്റെയൊക്കെ ശരീരത്തിൽ എന്നാണോ ഇത് പുറത്ത് വരുന്നത് എന്നോർത്ത് ഞാൻ കാത്തിരിക്കുകയാണ് സ്വാഗതം ചെയ്യാൻ. വരുമ്പം വെരി ഗുഡ്, വെൽക്കം. ഇത്രയും നാൾ എവിടെയായിരുന്നു? നമ്മുടെ എല്ലാം ജനിക്കുമ്പം തന്നെ നമ്മുടെ കോശങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോരോ പ്രായത്തിൽ ഓരോരോ അസുഖങ്ങൾ പൊങ്ങി വന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ കോവിഡ് വന്നേ പിന്നെ എന്താ എപ്പോഴാന്നൊന്നും പറയാനും പറ്റത്തില്ല. എനിക്കാണെങ്കിൽ 3 പ്രാവശ്യം കോവിഡ് വന്നു. നല്ല മരണത്തിന് ഒരുങ്ങി സന്തോഷമായിട്ട് ജീവിക്കുക എന്നല്ലാതെ നമ്മളിപ്പോ ഇത് ഒഴിവാക്കാനായിട്ട് നടന്നിട്ട് എന്നാ കാര്യം അല്ലേ? മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിക്കണ്ടേ? മരിക്കാതെ ഇങ്ങനെ ജീവിക്കാന്നൊക്കെ പറഞ്ഞ എന്തോ ഒരു പാടല്ലേ അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ദൈവമാണ് വരുത്തുന്നെന്നും പറഞ്ഞുകൊണ്ട് ദൈവം എനിക്ക് തിന്മ വരുത്തുന്നു എന്ന തെറ്റായ ഒരു ധാരണ നമ്മുടെ ഉള്ളിലൊക്കെ എവിടുന്നോ ഉണ്ട്. ജോബിന്റെ പുസ്തകത്തിൽ ദൈവം തിന്മ വരുത്തുന്നു എന്ന് അംഗീകരിക്കാനാവാൻ ഞാൻ ജോബിന്റെ സുഹൃത്തുക്കൾ വന്ന് പറയുന്നത്, ജോബേ നീ ഏതാണ്ട് കുഴപ്പം കാണിച്ചു, അതുകൊണ്ടാ ദൈവം ഇങ്ങനെ ചെയ്തെന്നാ, അതുകൊണ്ടാ ചെയ്തു. കാരണം നീ നീതിമാനാണെങ്കിൽ ദൈവം കുഴപ്പക്കാരനാണ്, അതുകൊണ്ട് നീ കുഴപ്പക്കാരനാണ്, അപ്പൊ പിന്നെ ദൈവം നീതിമാനാണ്. പക്ഷേ ദൈവം അതൊന്നും സമ്മതിച്ചില്ല അല്ലെ? അതൊന്നുമല്ല സഹനത്തിന്റെ അർത്ഥം. സഹനങ്ങളൊക്കെ ഉണ്ട്, ജീവിതമുണ്ട്. നമ്മൾ ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ കലഹങ്ങളൊക്കെ ഉണ്ടാവും, വഴക്കുകളൊക്കെ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ അതൊന്നും ദൈവം വരുന്നതല്ല. ദൈവത്തെ കണ്ടെത്തിയാൽ നമുക്ക് ഈ സഹനങ്ങളെല്ലാം പ്രത്യാശയോടെ നേരിടാൻ പറ്റും. ഒത്തിരി കാരുണ്യത്തോടെ നമുക്കിതിനെയെല്ലാം നേരിടാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, എപ്പോഴും ഞാൻ ധ്യാനിക്കാറുണ്ട്, ക്രൈസ്തവ വിശ്വാസം ശക്തിയുടെ വിശ്വാസമാണ്. കുരിശുകൾ കണ്ടാൽ ഒളിച്ചോടാൻ സഹായിക്കുന്ന വിശ്വാസമല്ല, കുരിശെടുക്കാൻ ശക്തി നൽകുന്ന വിശ്വാസം. ജീവിതത്തിൽ രോഗങ്ങളെ ധീരതയോടെ നേരിടാൻ കരുത്ത് നൽകുന്ന വിശ്വാസം. നമ്മുടെ ഇടയിലില്ലേ വലിയ മാരകമായ രോഗങ്ങൾ, മുഖത്തൊരു പുഞ്ചിരിയോടെ ധീരതയോടെ നേരിടുന്ന എത്രയോ പേര് ഇവിടെ തന്നെ കാണും. ദൈവത്തിന്റെ വലിയ കൃപയാണ്. കർത്താവിന്റെ കൂടെ നിന്ന് അവർ ആ സഹനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ചെറുപ്പക്കാര് പിള്ളേര് ചോദിക്കും, കർത്താവ് കൂടെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് സഹനം വല്ലതും കുറഞ്ഞോ? എന്താ ഗുണം? ഞാൻ പറയും, കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ സഹനത്തിന് ഒരു രക്ഷാകരമായ മാനമുണ്ട്, ഉദ്ധാനം ഉണ്ടാവും. സഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഉദ്ധാനം ഉണ്ടാവും. ഉദ്ധാനത്തിന്റെ മഹത്വം നീ കാണും. കർത്താവിനോടൊപ്പം സഹിക്കുകയാണെങ്കിൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അത് മാത്രമേ ഉള്ളൂ ഗ്യാരണ്ടി. കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിന്റെ സഹനമൊക്കെ എടുത്ത് മാറ്റും. പക്ഷേ കർത്താവ് കുരിശെടുത്ത സ്ഥിതിക്ക് നമ്മളും കുരിശെടുക്കാൻ തയ്യാറാവണം. അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ദൈവം നമ്മളെ ശിക്ഷിച്ച് നേടുന്നവനല്ല, നമുക്ക് ഉപദ്രവങ്ങൾ വരുത്തി നേടുന്നവനൊന്നുമല്ല. മറിച്ച് സ്നേഹിച്ച് ആരെയും വിധിക്കാതെ പുറകെ നടന്ന് സ്നേഹിച്ച് കാരുണ്യം കാട്ടി നമ്മളെ നേടുന്ന ദൈവമാണ്.